ഹി ഡിഡ് ഇറ്റ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അയാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു മാറ്റമില്ല. അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾ മരിച്ചു പോയത് കൊണ്ടാണ്. തേടിയ കാല് വള്ളി ചുറ്റി, തേടിയ ചുറ്റി കാലേ വള്ളി, തേടിയ കഴിഞ്ഞ മണിക്കൂറുകളിൽ മലയാളക്കാരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഈ മുഖം ഒടുവിലെത്തി നിൽക്കുകയാണ്. ആ മുഖം കുറച്ച് നാളായിട്ട് മലയാളികൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കൂടെയുള്ളത് ഐശ്വര്യ രാധലക്ഷ്മി. നമസ്കാരം. നമസ്കാരം. ഇവിടെ കണ്ടിട്ട് ഒരു വാശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. ഈ സ്ത്രീപക്ഷം അല്ലെങ്കിൽ സ്ത്രീയുടെ ഏതെങ്കിലും ഏരിയ സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൊല്ലുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. അതിലെ ഒരു ശരിയുണ്ടെന്ന് ചിന്തിച്ചിട്ടാണോ, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഇവിടെ കൂടെ കുറച്ചുകൂടി അത് വിവാദപരമാവും എന്നുള്ളൊരു ബോധ്യം കൃത്യമായിട്ടുണ്ടായിരിക്കും? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചെടുക്കാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദമോ അലിഗേഷനോ ഒരു കോൺട്രവേഴ്സിയിലോ പബ്ലിസിറ്റിക്കാണ് താല്പര്യമെങ്കിൽ ഇതിനുള്ള സ്പേസ് ഞാൻ നേരത്തെ ഉണ്ടാക്കി. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഐശ്വര്യ രാധലക്ഷ്മി എന്നൊരു വ്യക്തി കുറെ കൂടി ശരിപക്ഷത്താണോ അല്ലെങ്കിൽ സ്ത്രീ പക്ഷത്താണോ? ശരിപക്ഷത്താണ്. കംപ്ലീറ്റ് ആയിട്ട് ശരിപക്ഷത്തായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഷിംജിത പക്ഷം ചേർന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നത്? എന്തുകൊണ്ടാണ്? ഷിംജിതയുടെ പക്ഷം ചേർന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഗാർഹിക പീഡനമോ നമ്മളുടെ നിയമം ചെയ്യരുതെന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അതിൽ മരണപ്പെടുന്നതും. പീഡനം എന്ന് പറയുന്നത് നമ്മൾ കിട്ടുന്ന ഫിസിക്കലി മാത്രമാണോ, അത് മാനസികമായിട്ട് കിട്ടുന്നതും പീഡനം തന്നെയല്ലേ? ആണ്, തീർച്ചയായിട്ടും. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു? ഏകദേശം അറിയായിരുന്നു. ഒരു മരണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനസികമായിട്ട് എത്രത്തോളം ആള് പീഡിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഇല്ല ഇല്ല. പിന്നെ എന്തായിരിക്കും കാരണം? ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കുന്നത്. നാട്ടുകാർക്ക് ഇയാളെ കുറിച്ച് അറിയില്ല. ഒരു ഇൻട്രോവേർട്ട് ആണ്. ഇയാളെ കുറിച്ച് കൃത്യമായി പറയാൻ ആർക്കും ഇല്ല. പക്ഷെ അയാളൊരു ഒതുങ്ങിയ മനുഷ്യനാന്ന് പറഞ്ഞു. ഒതുങ്ങിയ എത്രയോ മനുഷ്യന്മാരെ പീഡിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെ. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. എല്ലാ ഒരുമാതിരിപ്പെട്ട അബ്യൂസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ട് നടക്കുന്ന ആൾക്കാരായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ലേറ്റ് ആയി പിടിക്കപ്പെട്ടിട്ടുണ്ട്. പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. ഇങ്ങനെയുള്ള ആൾക്കാര് ബാഗ് എടുക്കുന്നത് തന്നെ വെറുതെയാണ്. ആ ബാഗ് എടുത്ത് പിടിക്കുക എന്ന് പറയുന്നത് തന്നെ അവരുടെ കൈയുടെ നീ പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൊലയാടി മാളെ അടിച്ച് നിന്റെ കാരണം ഞാൻ പൊട്ടി. പരിചയപ്പെടുന്നു, ഹലോ ഹായ് പറയുന്നു, പോകുന്നു. എനിക്ക് അതിനപ്പുറത്തേക്ക് ശ്രീലക്ഷ്മി അറിയില്ല. ശ്രീലക്ഷ്മിയുടെ എല്ലാ റൈറ്റിംഗും എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭാഷ ഞാൻ ഉപയോഗിക്കില്ലായിരുന്നു. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. പിന്നെ എത്ര പേരാണ് തന്തയില്ലാത്തതെന്നൊക്കെ വിളിക്കുന്നത്? ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു തന്തയില്ലാത്തവനാ. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എന്റെ ഫാദർ കുറെ ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള പെൺപിള്ളേരെ കണ്ടുപിടിക്കുകയും അവരെ പോയി വീട്ടിൽ പോയി ഇങ്ങനെ ഫേക്ക് ആയിട്ട് പേരുകളൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ്. അത് അങ്ങനെ ഒരു മാരേജിലുണ്ടായ ഒരാളാണ് ഞാൻ. എന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. ഇത് വീഡിയോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു രീതിക്ക് ആ ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ആ ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആൾ കുറ്റം ചെയ്തതിന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ ഉറപ്പുള്ള ആൾ പിന്നെ ഇതിനെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് എന്താ ഉറക്കം വരുന്നു. അനലൈസ് ചെയ്തിട്ട് എന്താണ് അതിന്റെ ശരി തെറ്റുകൾ എന്ന് ചിന്തിക്കുന്നേക്കാൾ മുമ്പ് തന്നെ വിധി എഴുതുകയാണ് അല്ലെ? നേരത്തെ പറഞ്ഞ കുറ്റം ആരോപിക്കുമ്പോ തന്നെ അവനെ നിന്നുള്ള തെറ്റുകാരനാക്കിയിട്ട് മാറ്റി ഇല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഈ കാണുന്ന തെളിവെന്ന രീതിയിലേക്ക് അവകാശം ഇപ്പൊ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ നോക്കി. അപ്പം ഈ വീഡിയോയിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരാളും ദീപകിനെ ന്യായീകരിക്കില്ലായിരുന്നു. ദീപക്കിനെ ആളുകൾ ന്യായീകരിക്കുന്നത് മരണം കൊണ്ടല്ല, ദീപക്കിൽ വന്നിരുന്ന തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്നുകൊണ്ടാണ്. അപ്പൊ കൊടുത്തിരിക്കുന്ന തെളിവിലെ പല വീഡിയോകളും ബസ്സിൽ നമ്മൾ പുറത്തു വരാറുണ്ട്. വെറുതെ അതും പറഞ്ഞു ഒഴിയാൻ നിൽക്കണ്ട. ഹി ഡിഡ് ഇറ്റ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അയാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു മാറ്റമില്ല. അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾ മരിച്ചു പോയത് കൊണ്ടാണ് എനിക്ക് അവരുടെ അമ്മേനെ അച്ഛനെ ഓർത്തിട്ടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തതിനെ കുറിച്ച്. അനാവശ്യം പറഞ്ഞാൽ പെണ്ണാണെന്നും ഞാൻ നോക്കൂല. അടിച്ച് കാരണം പോച്ചു.